ഇതാണോ ശ്രീനിയുടെ ചേച്ചി? ആ, എന്തൊരു സൗന്ദര്യം! യക്ഷികൾ അതിസുന്ദരികളാണ്, വിജിയേക്കാൾ. ഞാനൊരു മനുഷ്യ സ്ത്രീയാണ്. പക്ഷേ യക്ഷികൾക്ക് വിജിയുടെ ഹെയർ സ്റ്റൈൽ ഇല്ല. അവർ തലമുടി കെട്ടിവെക്കുക പോലുമില്ല. കറുത്തിരുണ്ട് പനങ്കുല പോലത്തെ അവരുടെ തലമുടി അഴിച്ചിട്ടിരിക്കും. അത് നിതമ്പവും മറച്ച് കണങ്കാൽ വരെ നീണ്ടു കിടക്കും. വളരെ അടുത്ത പരിചയമാണല്ലോ യക്ഷികളോട്. അതെ, ഞാൻ താമസിക്കാൻ പോകുന്ന പുതിയ വീട്ടിലൊരു യക്ഷിയുണ്ട്. റിയലി? അവിടെ താമസിച്ചിരുന്ന ഒരാൾ അയൽപക്കത്തുള്ള അതിസുന്ദരിയായ ഒരു പെണ്ണിനെ പ്രേമിച്ചു. അവളൊരു നർത്തകിയായിരുന്നു. കാമുകനിൽ നിന്ന് അകന്നകന്ന് നിൽക്കാനായിരുന്നില്ല അവളുടെ മോഹം. അങ്ങനെ അങ്ങനെ ശാലീനയായ ആ പെൺകുട്ടി ഗർഭിണിയായി. താൻ വിശ്വാസമർപ്പിച്ചിരുന്ന പുരുഷൻ അവളെ വഞ്ചിച്ചപ്പോൾ അവൾ ആത്മഹത്യ ചെയ്തു. അയ്യോ! ആ മനോഹരിയാണ് എന്റെ പുതിയ വീട്ടിലെ ആതിഥേയായ യക്ഷി. നാട്ടുകാരെന്നും പറയുന്നത് ചില രാത്രികളിൽ ആ വീട്ടിനുള്ളിൽ ചിലങ്കയുടെ ശബ്ദം കേൾക്കാറുണ്ടെന്നാണ്. ഒറ്റയ്ക്ക് എങ്ങനെ അവിടെ താമസിക്കും? ആ, ഒരു പെണ്ണിനും കൂടെ അവിടെ സൗകര്യമുണ്ട്. അതെന്റെ താമസക്കാര്യം. ആ കവിത ഇങ്ങനെ വരും. ഓഹോ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പേപ്പറാണല്ലേ? ഇതെന്താ തന്നിരിക്കും? അതിന്റെ പുറത്ത് മാലയും. ഇത് വായിക്കൂ. എന്റെ കുറിപ്പോട് കൂടി ഇത് സോവനീറിൽ പബ്ലിഷ് ചെയ്യാം. എന്തും സമ്മതമാണ്. എന്തും? എന്തും. എനിക്ക് ക്ലാസ് ഉണ്ട്. എനിക്ക് അല്പം ജോലിയുണ്ട്. യക്ഷിയുടെ രക്തപാനം എന്ന എന്റെ കെമിക്കൽ എഫക്റ്റിന് അവസാന രൂപം നൽകണം. സൂക്ഷിക്കണേ. സൗന്ദര്യമുള്ള പുരുഷന്മാരുടെ രക്തമാണ് യക്ഷികൾക്ക് ആവശ്യം. ഡോക്ടർ, ശ്രീനിക്ക് എങ്ങനെയുണ്ട്? വരൂ, പറയാം. ആരാത്? വിജയ. വിജി, കമാണ് വിജി, നീ അടുത്ത് വരൂ. വിജി, എന്നാണ് ബാൻഡേജ് അഴിക്കുക? അറിഞ്ഞുകൂടാ. ബാൻഡേജ് അഴിക്കുമ്പോൾ എന്റെ മുഖം എങ്ങനെ ഇരിക്കുമെന്നാണോ?
വലത് കവളിൽ ആഴത്തിലൊരു മുറിവുണ്ടെന്ന് തോന്നുന്നു. ഒരു കണ്ണിന് ഭയങ്കരമായ വേദനയുണ്ട്. വിജി, ഈ കെട്ടഴിക്കുമ്പോൾ എന്റെ മുഖം വികൃതമായിരുന്ന നിനക്ക് വേദന കാണും. എന്നാലും നീ എന്നെ സ്നേഹിക്കും. അന്നൊരിക്കൽ നീ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. നമ്മുടെ സ്നേഹം രണ്ട് ഹൃദയങ്ങളുടെ ഐക്യമാണ്. വിജി, എന്റെ മുഖം വികൃതമായിരുന്നാലും നീ ഉള്ളത് കൊണ്ട് എനിക്ക് സുന്ദരമായൊരു മുഖമുണ്ട്. എന്റെ കണ്ണിന് കാഴ്ചയില്ലെങ്കിലും നീ ഉള്ളപ്പോൾ എനിക്ക് കാഴ്ചയുണ്ട്. വിജി, വിജി, നീ എന്താണെന്നും മിണ്ടാത്ത? നീ സങ്കടപ്പെടരുത്. നാം ഒരിക്കലും വേർപിരിയരുത്. ഒരിക്കലും വേർപിരിയരുത്. ഞാൻ അടുത്ത് വരൂ വിജി. വിജി, ഞാൻ അടുത്ത് വരൂ. അവൾ പോയി ശ്രീനി. എന്റെ മുഖത്ത് കറുത്ത പാടുകൾ ഉണ്ടായിരിക്കും അല്ലേ ഡോക്ടർ? എന്തു തന്നെയായാലും ധൈര്യമായിരിക്കണ്ടേ മിസ്റ്റർ ശ്രീനിവാസൻ? അപ്പോൾ പാടുകൾ ഉണ്ടായിരിക്കും. ശ്രീനി ഉടനെ തന്നെ താമസം മാറ്റരുത്. ആ നശിച്ച വീട് എടുത്തപ്പോഴേക്കും ഇത്രയും ആപത്തുണ്ടായി. ഇതിൽ കൂടുതലൊന്നും വരാനില്ലല്ലോ. എനിക്കിപ്പോൾ ഏകാന്തതയാണ് ആവശ്യം. കുറെ വായിക്കണമെന്നുണ്ട്. മാത്രവുമല്ല, നിന്റെ വിവാഹം അടുത്ത് വരികയില്ലേ? അതുകൊണ്ട് നിനക്ക് ഇവിടെ താമസിച്ചൂടെ? എന്റെ ഈ വൃത്തികെട്ട മുഖം തന്റെ ഭാര്യയ്ക്ക് അറപ്പും വെറുപ്പും ഉണ്ടാക്കും. എന്നെ കാണുമ്പോൾ ആളുകൾ മുഖം തിരിച്ചു കളയുന്നത് ഞാൻ എപ്പോഴും കാണുന്നതല്ലേ. ഞാൻ പോവുകയാണ്. പരമു, ആ പെട്ടിയെടുത്തോ. ഞാൻ വരണോ? ആഹാ, നീയും എന്നെ വെറുത്തോ? ആ, എല്ലാ സ്നേഹവും തൊലിപ്പുറമെയാണ്. ചന്ദ്ര, നീ മാത്രം എന്നെ സ്നേഹിക്കും. ഞാൻ കൂടെ കൂടെ ഇവിടെ വരും എന്നെ കാണാൻ. സാർ, സാർ, ഞാൻ വരാൻ സാർ. വേണ്ട പറഞ്ഞു. ഞാൻ ഭയം കൊണ്ട് പറഞ്ഞു പോയതാണ്, ക്ഷമിക്കാൻ. വേണ്ട. ഇല്ല സാർ, ഞാൻ വരാൻ സാർ. സാർ, ഞാൻ വരാം. നീ എന്താണ് അങ്ങോട്ട് ചെന്നിരുന്ന് ഓടുന്നത്? ഈ പുസ്തകങ്ങളൊക്കെ ഇവിടെ അടുക്കി വെക്കണം. പിന്നെ ഈ സാധനങ്ങളെല്ലാം ഈ ഷെൽഫിൽ അടുക്കി വെക്കണം. എല്ലാം സൂക്ഷിച്ചോണം. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം.
പരമു 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 എന്തോടാ ലൈറ്റ് പോയ ഈ കത്തുന്ന എന്തോന്നാ എന്താടാ കഴുതേ നീ പേടി ഇല്ലാത്തവർക്കും പേടി ഉണ്ടാക്കുമല്ലോടാ. നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് അത്ര പേടിയാണെങ്കിൽ ഞാൻ ഇല്ലാത്തപ്പോ അപ്പുറത്ത് അനന്തന്റെ വീട്ടിൽ പോയിരുന്നോളൂ കേട്ടോ. എടാ കൂൾ, ഇപ്പൊ പോകാനല്ല പറഞ്ഞേ, ഇതൊക്കെ പറക്കി വെച്ചിട്ട് പോണം. ഞാൻ ഇല്ലാത്തപ്പോ പോണോന്ന്. പറക്കി വയ്ക്കേ. കാലിൽ ചലങ്ക കെട്ടിക്കൊണ്ടേ നടക്കുന്നു. നീ കണ്ടോ? കണ്ടില്ല, ശബ്ദം കേട്ടു. ശബ്ദം കേട്ടു. റോഡ് വല്ലവരും പോയതായിരിക്കും. നിനക്ക് തീരെ പേടിയാണെങ്കിൽ ആ ലൈറ്റ് ഓഫ് ചെയ്യണ്ട കേട്ടോ. എന്താടാ ഇത്?